ലാവ്ലിൻ കേസിന്റെ കാര്യത്തിൽ 2006 ഉമ്മൻചാണ്ടി സർക്കാർ ലാവ്ലിൻ കേസ് വിടുന്നത് അവസാനത്തെ ക്യാബിനറ്റിലെ ഡിസിഷനാണ്. അങ്ങേറ്റം രാഷ്ട്രീയമായി തെറ്റായ കാര്യമാണ്. കാര്യം അന്ന് ഉമ്മൻചാണ്ടി പഴി പറയുന്നത് ആരെയാണെന്നറിയുമോ? മാധ്യമങ്ങളെയാണ്. ഹം സബ് ചോർ ഹേ എന്ന് നിങ്ങൾ എഴുതിയില്ലേ എന്നാണ് ഉമ്മൻചാണ്ടി അവസാനത്തെ പത്രസമ്മേളനത്തിൽ ചോദിക്കുന്നത്. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ആ കേസ് പിണറായി വിജയന്റെ തലയ്ക്കോട്ട് വെച്ച് കൊടുത്തത്. അദ്ദേഹത്തിന്, ഉമ്മൻചാണ്ടിക്കോ ഈ സർക്കാരിനോ പിണറായി വിജയന് ലാവ്ലിൻ കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു എന്നൊരു വാദമേ ഉണ്ടായിരുന്നില്ല 2006. പക്ഷേ അന്ന് വിജിലൻസിന്റെ കേസ് ഇല്ലാതിരുന്നിട്ടും, അതായത് പിണറായി വിജയന്റെ പേര് പറഞ്ഞൊരു കേസ് ഇല്ലാതിരുന്നിട്ടും അന്ന് CBIക്ക് വിടാൻ ഉമ്മൻചാണ്ടി സർക്കാർ കാണിച്ച താല്പര്യം അന്ന് രാഷ്ട്രീയമായി തെറ്റായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഉമ്മൻചാണ്ടി സർക്കാരിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഈ ലൈംഗികാരോപണമുണ്ടല്ലോ, ആ ലൈംഗികാരോപണത്തിൻ്റെ കാര്യത്തിൽ പരാതിക്കാരി പരാതി കൊടുക്കുമ്പോൾ അത് CBIക്ക് വിടുകയാണ്. നോക്കൂ, CBI കേന്ദ്ര ഏജൻസിയുടെ ആയുധമാണ്, ടൂളാണ് എന്ന് കരുതുന്ന ഇടതുപക്ഷം അതാത് സമയങ്ങളിൽ, ഇടതുപക്ഷമാണെങ്കിലും ശരി ഉമ്മൻചാണ്ടി ആണെങ്കിലും ശരി, CBIയെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ച രണ്ട് പ്രധാനപ്പെട്ട കോണ്ടക്സാണ്. ഒന്ന്, ഉമ്മൻചാണ്ടി പിണറായി വിജയനെതിരെ ലാവ്ലിൻ കേസിൽ ഉപയോഗിച്ചു. രണ്ട്, പിണറായി വിജയൻ സർക്കാർ ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കേസിലെ ലൈംഗികാരോപണ കേസിലും CBI ഉപയോഗിച്ചു. ഇപ്പോഴിതാ ഇത് മൂന്നാമത്തെ കോണ്ടെക്സ്റ്റാണ്. ഇവിടെയും CBI ഉപയോഗിക്കാനാണോ തീരുമാനം? അതല്ല, ഞങ്ങൾ ഈ CBIക്ക് വിടുന്നില്ല എന്നത് പറയുകയും ഇത് വിജിലൻസ് റിപ്പോർട്ട് ഇങ്ങനെ ഉണ്ട്, ഇത് നാട്ടുകാരൊക്കെ അറിയണം, പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ചില ചട്ടലംഘനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നത് ചർച്ചയാക്കാൻ വേണ്ടി മാത്രം കൊടുത്തു വിട്ടതാണെങ്കിൽ അത് ബൂമറാങ്ങായി ഇപ്പോൾ ഈ നിമിഷം തിരിച്ചടിച്ചിരിക്കുന്നു. ദ്വിദിന ക്യാമ്പിന് വലിയ ആവേശം പകർന്നതായിരുന്നു ഇന്നത്തെ രാവിലെ പുറത്തു വന്ന റിപ്പോർട്ട്. അതിലെല്ലാ നേതാക്കളും നോക്കൂ, KC വേണുഗോപാൽ സംസാരിക്കുന്നു, രമേശ് ചെന്നിത്തല സംസാരിക്കുന്നു, KPCC പ്രസിഡന്റ് സംസാരിക്കുന്നു, അങ്ങനെ ഷാഫി പറമ്പിൽ സംസാരിക്കുന്നു, VD സതീശനുമായി ഇടഞ്ഞു നിന്നു എന്ന് നമ്മൾ കരുതുന്ന എല്ലാ നേതാക്കളും VD സതീശനെ സംരക്ഷിച്ചുകൊണ്ട് ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് വന്നു. യഥാർത്ഥത്തിൽ ഈ ഒരൊറ്റ വാർത്ത കൊണ്ട് കോൺഗ്രസ് ഒരു ഐക്യ ജനാധിപത്യ മുന്നണിയായി തീർന്നു എന്നതാണ് ഇതിൻ്റെ പൊളിറ്റിക്കൽ ഔട്ട്കം. അതാണ് ഇന്ന് നമ്മൾ ദ്വിദിന ക്യാമ്പിൽ നിന്ന് കണ്ടത്.